പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ദേശീയ തലത്തിലുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, മറ്റ് വിവരങ്ങളൊക്കെയായി നേഷൻ ഫസ്റ്റ് ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. കഴിഞ്ഞ 2 ദിവസമായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതിന് സാധിച്ചിരുന്നില്ല. ഡൽഹിയിലെ നമ്മളുടെ ഓഫീസ്, പുതിയ റീജിയണൽ ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു. അപ്പോൾ ആ തിരക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ പൂർവാധികം ശക്തിയോടെ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. വാർത്തകളിലേക്ക് കടക്കുകയാണ്. CJP സമരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ആ സ്ഥലത്തു നിന്നും, സമരവേദിയിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നതാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വാർത്ത. ഇന്ന് പുലർച്ചെയോടെയാണ് സോനം വാങ്ചുക്കിനെ ആ സ്ഥലത്തു നിന്നും എടുത്തു മാറ്റുകയുണ്ടായത്. കഴിഞ്ഞ 20 ദിവസമായി സോനം വാങ്ചുക്ക് നിരാഹാര സമരമായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോനം വാങ്ചുക്കിൻ്റെ എക്സിറ്റ് പ്ലാൻ ഇങ്ങനെ തയ്യാറാക്കി വരികയായിരുന്നു CJP. അതിനിടയിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായതും ഈ സോനം വാങ്ചുക്കിനെ മാറ്റുകയും ചെയ്തത്. അഭിജിത്ത് ദീപ്കയെ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുന്നു, അയാൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ തടവിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. എന്തായാലും അത് അഭിജിത്ത് ദീപ്കയെ തന്നെ ഇറക്കിയതാണോ എന്നറിയില്ല. എന്തായാലും അഭിജിത്ത് ദീപ്കയെ ആ പരിസരത്തെങ്ങും കാണാനില്ല. ജന്തർ മന്ദർ 80% ഒഴിഞ്ഞ അവസ്ഥയിലാണ്. പോലീസുകാർ മാത്രമാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ ഉള്ളത്. ഈ സോനം വാങ്ചുക്ക് കുറച്ചധികം ദിവസമായി സമരം കിടക്കുന്ന കാര്യം നമുക്കറിയാം. സോനം വാങ്ചുക്കിനെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് മാറ്റി രക്ഷിക്കണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുകയായിരുന്നു. ഈ ഉയർത്തിയതെല്ലാം ഇടത് ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായുള്ള ആളുകളായിരുന്നു. അത് നോബൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജി, എഴുത്തുകാരനായ അമിതാവ് ഘോഷ്, പിന്നെ എല്ലാമായ അരുന്ധതി റോയ്, കിരൺ ദേശായി, ചലച്ചിത്ര പ്രവർത്തകരായ സോയ അക്തർ, ഹണി പ്രഹാൻ, വിശാൽ ഭരദ്വാജ് അടക്കം ഉള്ള ആളുകളാണ് ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഇവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സോനം വാങ്ചുക്ക് ഇങ്ങനെയൊരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാകണം എന്നാണ് തോന്നുന്നത്. കാരണം പട്ടിണി കിടന്ന് സോനം വാങ്ചുക്കിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ് നല്ല കച്ചൗരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ അഭിജിത്ത് ദീപ്കയും സംഘവും കുറേ ദിവസങ്ങളായി കഴിച്ചുകൊണ്ടിരുന്നത്. ദില്ലി പോലീസിനോട് സോനം വാങ്ചുക്ക് ഇക്കാര്യത്തിൽ അഹൈതവമായ നന്ദി പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആ സമരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി കഴിഞ്ഞു. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അത്. രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായ വന്ദേ മാതരം ആലപിക്കുന്നതിനെ അപമാനിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു എന്നതാണ് വാർത്ത. പാർലമെന്റിന്റെ വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബില്ല് പാസ്സായാൽ വന്ദേ മാതരത്തിന് ദേശീയ ഗാനം, ദേശീയ പതാക, ഭരണഘടന എന്നിവയ്ക്കുള്ളതുപോലെയുള്ള സംരക്ഷണം ലഭിക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വന്ദേ മാതരം ആലപിച്ചെന്ന പേരിൽ കേരളത്തിൽ ചില കോണുകളിൽ വലിയ തോതിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പുറപ്പെട്ടവരോടാണ് ഇനി എന്തായാലും നിങ്ങളിത് ആലപിച്ചേ തീരൂ. ഈ ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ ഈ വന്ദേ മാതരം ആലപിച്ചതിനെ കുറ്റം പറഞ്ഞ ആളുകളും ധാരാളമുണ്ട്. നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രവിരുദ്ധതയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതും പറയിക്കുന്നതും. എന്തായാലും പുതിയ നിയമം അത് ഈ മൺസൂൺ സമ്മേളനത്തിൽ പാസ്സാക്കും എന്നാണ് വ്യക്തമാകുന്നത്. അത് ഒരു തവണ കൂടി പറയാം. ഈ വന്ദേ മാതരം ആലപിക്കുന്നതിനെ അപമാനിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. അതാണ് പറയുന്നത്. വന്ദേ മാതരത്തിന് ദേശീയ ഗാനം, ദേശീയ പതാക, ഭരണഘടന എന്നിവയ്ക്കുള്ളതുപോലെ നിയമപരമായ സംരക്ഷണവും ലഭിക്കും. 150-ാം വർഷമാണ് വന്ദേ മാതരത്തിൻ്റെ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ചവിട്ടി അരയ്ക്കുമ്പോഴും, അവൻ്റെ ലാത്തിച്ചാർജ് ഏറ്റ് വീഴുമ്പോഴും, അവൻ്റെ വെടിയുണ്ടയേറ്റ് പിടയുമ്പോഴും ഉയർന്ന മുദ്രാവാക്യമാണ് വന്ദേ മാതരം. പഴയ കോൺഗ്രസ്സുകാർക്ക് ഇക്കാര്യം അറിയാവുന്നതാണ്. പഴയ കോൺഗ്രസ് ആളുകളൊക്കെ തന്നെ ഇത് വിളിച്ചതാണ്. പക്ഷേ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായ വന്ദേ മാതരം വിളിക്കുന്നതിന് ഇന്ന് അയിത്തമാണ്. റിപ്പോർട്ട്. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്.
NCPയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ശരത് പവാർ വിഭാഗവും സുനേത്ര പവാർ വിഭാഗവും ലയിക്കാനുള്ള സാധ്യത തെളിയുന്നു എന്നതാണ് വാർത്ത. ഈ NDA സഖ്യത്തിലേക്ക് NCP വരാൻ പോകുന്നു എന്നും അത് ശരത് പവാർ വിഭാഗത്തിന്റെ NCP കൂടി വരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു വാർത്തയായി വന്നത്. അതിനിടയിൽ കേട്ട ഒരു വാർത്ത NCP BJPയിലേക്ക് ലയിക്കാനുള്ള സാധ്യത പോലുമുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതെല്ലാം തള്ളുകയാണ്. BJP പറയുന്നത് ശരത് പവാറിന്റെ പാർട്ടിയും സുപ്രിയ സുലെയാണ് ഇനി അതിന്റെ നേതാവായി വരാൻ പോകുന്നത്. ഇപ്പുറത്ത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ജോയിന്റായി ഈ സംവിധാനം NCP ലയിച്ച് NDAയുടെ ഭാഗമാകാനാണ് അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇരു വിഭാഗങ്ങളും ലയിക്കാൻ തയ്യാറായാൽ 2 കേന്ദ്രമന്ത്രിസ്ഥാനം നൽകാം എന്ന നിർദ്ദേശം BJP മുന്നോട്ട് വെച്ചതായും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ NCP നേരിട്ട് BJPയിൽ ലയിക്കുന്നതിനേക്കാൾ സ്വതന്ത്ര പാർട്ടിയായി NDAയിൽ തുടരുന്നതാണ് രാഷ്ട്രീയപരമായി ഗുണകരമെന്ന് BJP നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ മറാഠ ബ്രാഹ്മണേതര വോട്ടർമാരുടെ പിന്തുണ നിലനിർത്താനും ശക്തിപ്പെടുത്താനും NCP ഒരു പ്രത്യേക രാഷ്ട്രീയ ശക്തിയായി തുടരുന്നത് സഹായിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിനും വേറൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അതായത് NCP കൂടി BJPയിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിലവിലിപ്പോൾ ഷിൻഡെ വിഭാഗം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. NCP ശരത് പവാറിന്റെ വിഭാഗം മാത്രം, പിന്നെ കോൺഗ്രസുമാണ് പുറത്തുള്ളത്. പിന്നെ അവിടുത്തെ വലിയ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആയി മാറും. അപ്പോൾ കോൺഗ്രസിന് മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്ത് കുറച്ച് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന സാഹചര്യം വരും. അത് വേണ്ടെന്നേ, അത് ഒരുപക്ഷെ BJP അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കാണുന്നുണ്ടാവും, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി കാണുന്നുണ്ടാവും. ഒരു രാഷ്ട്രീയ ശക്തിയെ കൂടി, കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് തിന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി മഹാരാഷ്ട്രയിൽ തന്നെ നിർത്തിയേക്കാം എന്ന് BJP പൊളിറ്റിക്കലി ആഗ്രഹിക്കുന്നുണ്ടാകും, താല്പര്യപ്പെടുന്നുണ്ടാകും. അതിനാൽ തന്നെയാകും ഈ NCP മറ്റൊരു പാർട്ടിയായി തന്നെ നിൽക്കട്ടെ, NDAയിലേക്ക് വരുമ്പോൾ 2 കേന്ദ്രമന്ത്രിസ്ഥാനം തരാം, ഒരുമിച്ച് വരണം എന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ NDAയിലേക്ക് NCPക്ക് സ്വാഗതം. ശരത് പവാർ, ഇത്രയും നാൾ ശരത് പവാർ എന്ന് വിളിച്ചവർ ശരത് പവാർ ജി എന്ന് വിളിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കാം. ആലോചിച്ചു നോക്കൂ, ഭാരതത്തിലെ രാഷ്ട്രീയ ചാണക്യൻ, ഭീഷ്മാചാര്യർ എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ശരത് പവാർ. സാക്ഷാൽ ഇന്ദിരയോട് എതിർത്ത് ഒരു ഘട്ടത്തിൽ പിന്നീട് സോണിയാഗാന്ധിയുമായി വഴക്കുണ്ടാക്കി. ഇന്ദിരാഗാന്ധിയുടെ അതീവ വിശ്വസ്തൻ കൂടിയായിരുന്നു ശരത് പവാർ എന്ന് ഓർക്കണം. ഒരു കാലത്ത് അവർക്ക് വേണ്ട തെരഞ്ഞെടുപ്പിന് വേണ്ട ഫണ്ടടക്കം നൽകിക്കൊണ്ടിരുന്നത്, മതിയായ പണം മഹാരാഷ്ട്രയിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടിരുന്നതും ശരത് പവാറാണ്. സോണിയാഗാന്ധിയുമായൊക്കെ തെറ്റി പിന്നീട് ശരത് പവാർ സ്വന്തം വഴിക്ക് പോവുകയും ചെയ്തു. രാഷ്ട്രീയ ചാണക്യൻ ഭീഷ്മാചാര്യരൊക്കെ അമിത്ഷായുടെ ബുദ്ധിക്ക് മുന്നിൽ ഇപ്പോൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അത് മധ്യപ്രദേശിൽ UCC യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് വാർത്ത. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നിർണായക നീക്കങ്ങളുമായി മധ്യപ്രദേശ് സർക്കാർ എന്ന വാർത്ത പുറത്തുവരുന്നു. സംസ്ഥാനത്ത് ഒരു വിവാഹം കഴിക്കുന്നവർക്ക് മാത്രമേ നിയമപരമായി ജീവിക്കാൻ അവകാശമുണ്ടായിരിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറയുന്നു. 1 കിട്ടും 2 കിട്ടും, പിന്നെ മറ്റാരുടെയോ ഓളയും കിട്ടും എന്നൊരു മുദ്രാവാക്യം പണ്ട് കേരളത്തിൽ മലപ്പുറം ബെൽറ്റിലൊക്കെ കേട്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പണി എന്തായാലും മധ്യപ്രദേശിൽ നടക്കില്ല. ഒന്നിൽ കൂടുതൽ കെട്ടാം എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായി അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ മൺസൂൺ സമ്മേളനത്തിൽ UCC ബിൽ അവതരിപ്പിക്കുമെന്ന സൂചന മോഹൻ യാദവ് നൽകുന്നുണ്ട്. ഒരു രാജ്യം, ഒരു ഭരണഘടന, ഒരു തലവൻ, ഒരു പതാക എന്ന തത്വം നിലനിൽക്കുന്ന ഭാരതത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എന്തിനാണ് വ്യത്യസ്ത വ്യക്തി നിയമങ്ങളെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പുതിയ നിയമപ്രകാരം ഭാര്യാത്വത്തിന് സംസ്ഥാനത്ത് പൂർണ്ണമായും നിരോധനമുണ്ടാകുമെന്നും ഒരേ സമയം ഒന്നിലധികം പങ്കാളികളെ കൂടെ പാർപ്പിക്കുന്നവർക്ക് മധ്യപ്രദേശിൽ നിയമപരമായ പൗരത്വ അവകാശങ്ങൾ ഉണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം കർശന മുന്നറിയിപ്പ് നൽകി. 4 പേരെയൊക്കെ കെട്ടി ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു തലാഖൊക്കെ ചൊല്ലി വീണ്ടും കെട്ടാം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിൽ നിന്നും പുറത്തേക്ക് പോയി മറ്റെവിടെയെങ്കിലും ജീവിക്കേണ്ടതാണ്. അതാണ് എടുത്തു പറയുന്നത് അദ്ദേഹം. എന്തായാലും അത്
വിപ്ലവകരമായ ഒരു തീരുമാനം എന്ന് മാത്രമാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. മോദി സർക്കാരിന് ഡീലിമിറ്റേഷൻ ബില്ലിൽ ഭൂരിഭാഗം പ്രതിപക്ഷ കക്ഷികളുടെയും പിന്തുണ ലഭിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിന് പിന്തുണയറിയിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു ബില്ലിന് പിന്തുണ അറിയിക്കുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നറിയാം. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഈ ഡീലിമിറ്റേഷൻ ബില്ല് നടപ്പാക്കിയാൽ അവർക്കറിയാം അത് അവരുടെ മരണമണിയായിരിക്കും എന്നുള്ളത്. ഈ രണ്ട് പാർട്ടികളും ഒഴികെയുള്ളവർ ഇപ്പോൾ BJPക്ക് NDAക്ക് പിന്തുണ അറിയിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. ലോക്സഭയിലെ കണക്കുകൾ പ്രകാരം NDAക്ക് നിലവിൽ 319 സീറ്റുകൾ ഉണ്ട്. NCP ശരത് പവാർ വിഭാഗം കൂടെ ചേർന്നാൽ അവരുടെ 8 എണ്ണം ഇങ്ങ് പോരും. DMK ഒപ്പം വന്നാൽ അവരുടെ 22 സീറ്റ് പോരും. YSRCP വന്നാൽ 4 സീറ്റുകൾ കൂടി NDAയുടെ പക്കലേക്ക് വരും. അങ്ങനെയെങ്കിൽ ആകെ 353 സീറ്റുകൾ അത് BJP NDA സഖ്യത്തിന് ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3-2 ഭൂരിപക്ഷത്തിന് ലോക്സഭയിൽ 10 സീറ്റുകളുടെ കുറവ് മാത്രമേ ആ ഘട്ടത്തിൽ BJPക്ക് വരൂ. നിർണായക ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിക്കുന്നതിന് പോലും BJPക്ക് ഈ ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു വിവരം, രാജ്യസഭയിലും NDA 3-2 ഭൂരിപക്ഷത്തിന് വളരെ അടുത്താണ് എന്ന വാർത്ത വരുന്നു. 6 സീറ്റുകളുടെ മാത്രം കുറവാണ് BJPക്ക് നിലവിൽ രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷത്തിന് കൽപ്പിക്കപ്പെടുന്നത്. ഡീലിമിറ്റേഷൻ ബിൽ നിലവിലെ മണ്ഡല വിഭജനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നാണ് നിലവിൽ കരുതുന്നത്. ബിൽ പാസ്സായാൽ ജനസംഖ്യ കൂടുതലായി വർദ്ധിച്ച ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സംസ്ഥാനങ്ങളിലാണ് BJPക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഡീലിമിറ്റേഷനിലൂടെ കൂടുതൽ സീറ്റുകൾ വരികയും BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കും എന്നാണ് കരുതുന്നത്. MP-മാരുടെ എണ്ണം 815ആയി വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഡൽഹിയിലേക്ക് വന്നാൽ അവർക്ക് ഇരിക്കുന്നതിന് ആദ്യം തന്നെ പുതിയ പാർലമെന്റ് ഉണ്ടാക്കി അവർക്ക് താമസിക്കുന്നതിന് പടുകൂറ്റൻ ഫ്ലാറ്റുകളാണ് ഇവിടെ പണിത് ഇട്ടിട്ടുള്ളത്. RML റോഡിലേക്ക് കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും പടുകൂറ്റൻ ബംഗ്ലാവുകൾ പണിതുയർത്തി ഇട്ടിട്ടുമുണ്ട്. കാലയെ കൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തി തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഡീലിമിറ്റേഷൻ ബില്ലുമൊക്കെയായി രംഗത്തിറങ്ങുന്നത്. 2029 അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഈ സഭാ സമ്മേളനം, മൺസൂൺ സമ്മേളനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ സെഷനായിരിക്കും. കാരണം FCRA ബില്ല് വരാൻ കിടക്കുന്നു, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ബില്ല് വരാൻ കിടക്കുന്നു, ഡീലിമിറ്റേഷൻ ബില്ല് വരുമെന്ന് പറയുന്നു, വനിതാ സംവരണ ബില്ല് വരും എന്ന് പറയുന്നു. അങ്ങനെ ഏറ്റവും സുപ്രധാനമായ ഒട്ടനേകം ബില്ലുകൾ വരാനുള്ളതാണ്. 21-ന് സഭാ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. വിശ്വഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അത് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃയോഗത്തിന് ഇന്ന് തുടക്കം എന്നതാണ് വാർത്ത. ഡൽഹി ഛത്രപൂരിലാണ് 3 ദിവസത്തെ യോഗം നടക്കുന്നത്. അയോധ്യ സംഭാവന തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനി നിർബന്ധിത മതപരിവർത്തനത്തിനിടെ ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സംഭവം നേതൃയോഗത്തിൽ ചർച്ചയാകും. സാവരിയയുടെ കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ട്, അത് കൊല്ലപ്പെട്ടത് ഉസ്ബെക്കിസ്ഥാനിലാണെന്ന് ഓർക്കണം. അവിടെ രമേശ് ചെന്നിത്തലയുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഈ കേസ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനൊരൊറ്റ ഇതേ ഉള്ളൂ, അന്വേഷിക്കുന്നു എന്നൊരു പേരുണ്ടാക്കുക, അതിൽ ഇത്രയൊക്കെ മതി അന്വേഷണം എന്ന് രമേശ് ചെന്നിത്തലയും കോൺഗ്രസും, മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന ഈ കോൺഗ്രസും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും ഒക്കെ അങ്ങ് തീരുമാനിച്ചു. സാവരിയുടെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളൂ. ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ
ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ VHP ആ വിഷയം ഏറ്റെടുക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും യോഗം ചർച്ച ചെയ്യും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സാവരിയ വസന്തിന്റെ പ്രശ്നം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ വിഷയം, അയോധ്യയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യാൻ VHPയുടെ നേതൃയോഗം ചേരുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാരായൺഗഞ്ചിൽ ക്ഷേത്രത്തിൽ പൂജയ്ക്കിടെ ആക്രമണം ഉണ്ടായി എന്നതാണ് പുറത്തു വരുന്ന സുപ്രധാനമായ വാർത്ത. ആക്രമണം നടത്തിയത് BNP നേതാവാണെന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നു. മനോരോഗിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും CPM പ്രവർത്തകൻ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അയാൾ മനോരോഗിയായി മാറുന്ന വല്ലാത്ത കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇനി ഏതെങ്കിലും ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദി ടീമുകൾ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടാൽ അതും മനോരോഗിയായി മാറുന്ന കാഴ്ചയും കണ്ടിരുന്നു. ഗുരുവായൂർ അമ്പലത്തിനടുത്ത് ഒരു ഹോട്ടൽ മുതലാളി തൻ്റെ ഒരു ഗുഹ്യ ഭാഗത്തു നിന്ന് രോമം പറിച്ച് തുളസിത്തറയിലേക്കിട്ട് അവൻ അത്രയും നാളും കച്ചവടം നടത്തിയപ്പോൾ അവന് മനോരോഗമൊന്നുമില്ലായിരുന്നു. അത് പറിച്ചിട്ട് കേസെടുക്കണം എന്നൊരു സാഹചര്യം വന്നപ്പോൾ അവൻ മനോരോഗിയാണെന്ന് പറഞ്ഞ പോലീസാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഏതാണ്ട് അതേ പോലീസാണ് ബംഗ്ലാദേശിലും ഉള്ളത്. ഹിന്ദു വിരുദ്ധരായ പോലീസാണ് എന്ന് വ്യക്തമാവുകയാണ്. 16 വയസ്സുള്ള ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും പരാതിയിൽ പറയുകയാണ്. തട്ടിക്കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. മുസാമിയ എന്നയാൾക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അവർക്ക് വല്ലാത്ത ദുരിതത്തിലാണ്, വല്ലാത്ത ദുരന്തം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും അവർക്കൊരു മോചനം ഈ അടുത്തെങ്ങും കിട്ടും എന്നൊരു പ്രതീക്ഷയും വേണ്ട. അവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആരാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. അങ്ങനെയൊരു സ്ഥലത്ത് ഹിന്ദുക്കളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ബംഗ്ലാദേശ്. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോകുന്നു. അത് നമ്മുടെ ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥകൾ മൂലം ബഹുരാഷ്ട്ര കമ്പനികൾ ഭാരതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നതായി റിപ്പോർട്ടുകൾ. ലോകത്തെല്ലായിടത്തും യുദ്ധവും പ്രശ്നവും നടക്കുമ്പോൾ സമാധാനപരമായി കച്ചവടം നടത്താൻ കഴിയുന്ന, വ്യവസായം നടത്താൻ കഴിയുന്ന സ്ഥലമായി ഭാരതം മാറുന്നു നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ എന്നതാണ് ബഹുരാഷ്ട്ര കമ്പനികളുടെ വിലയിരുത്തൽ. ബഹുരാഷ്ട്ര കമ്പനികൾ ഗൾഫ് മേഖലയിലെ ഒറ്റ വിതരണ കേന്ദ്രത്തെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി ഇന്ത്യയിലേക്ക് ചരക്ക് ശേഖരം മാറ്റി തുടങ്ങിയതായി DP വേൾഡിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു എന്നതാണ് വാർത്ത. ഇതോടെ പ്രാദേശിക വിതരണ ശൃംഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നും വാർത്തകൾ വരുന്നു. ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ദുബായിലെ ജബൽ അലി ഫ്രീ സോണിനൊപ്പം ഇന്ത്യയിലെ DP വേൾഡിന്റെ ഫ്രീ ട്രേഡ് വെയർഹൌസിംഗ് സോണുകളിൽ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണ് എന്നാണ് പറയുന്നത്. വീണ്ടും ആഗോള പ്രതിസന്ധികൾ ഉണ്ടായാലും വിതരണത്തിൽ തടസ്സം വരാതിരിക്കുകയാണ് ലക്ഷ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കണം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കണം. അങ്ങനെ ഒട്ടനേകം ആവശ്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന സകലമായ കവലച്ചട്ടമ്പി തല്ലുകളിലും ഈ ഇന്ത്യയെ ഭാഗവാക്കാക്കാൻ പലരും ശ്രമിക്കുകയുണ്ടായി. ഇന്ത്യക്ക് അതിനൊന്നും സമയമില്ല. ഇത് 2047 വികസിത ഭാരതം എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വഴക്കുകളിലും ബഹളങ്ങളിലും ഇടപെടാതെ നിന്നതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. പാകിസ്ഥാൻ ഇതാ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ഭാരതം അങ്ങനെയൊരു നിലപാടെടുത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളില്ലാത്ത രാജ്യമായി ഭാരതത്തെ കാണുകയും ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നതും. അപ്പോൾ നരേന്ദ്രമോദിയെ നിങ്ങളാരും പണി പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല. നരേന്ദ്രമോദിക്കറിയാം ഈ രാജ്യത്തെ എങ്ങനെ നയിക്കണം എന്ന്. 10-15 കൊല്ലം ഗുജറാത്ത് ഭരിച്ചയാളാണ്. 3 ടേമായി ഭാരതം ഒന്നാകെ ഭരിക്കുന്നയാളാണ്. ഇനി നിങ്ങളുടെ ക്ലാസ് കിട്ടിയിട്ട് വേണ്ടേ അദ്ദേഹത്തിന് ഈ രാജ്യം ഭരിക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അത് ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാർത്തയാണ്. രാജ്യ തലസ്ഥാനത്ത് 1100 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ സ്ഥാപിക്കും എന്ന മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞിരിക്കുന്നു. 45 പുതിയ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ കൂടി ഈ ഡൽഹിയിൽ തുറന്നു കഴിഞ്ഞു. ഡൽഹിയിലാകെ 415 ആരോഗ്യ മന്ദിറുകൾ ഇതിനോടകം ആയിട്ടുണ്ട്. പൊതുജനാരോഗ്യത്തിൽ ശ്രദ്ധിക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരോഗ്യ മേഖലയിലെ നവീകരണമാണ് ലക്ഷ്യം എന്നും
മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനം, അതിനുശേഷം ആം ആദ്മി പാർട്ടി കുറേ അധികം കാലം ഭരിച്ച സ്റ്റേറ്റ്, ഏറ്റവും ഒടുവിൽ BJP 27 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമ്പോൾ ഈ സംസ്ഥാനത്ത് ആദ്യം ഈ രേഖാ ഗുപ്ത ചെയ്യുന്നത് ഏതാണ്ട് 1100-ലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ, താഴെത്തട്ടിൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന സംവിധാനം തുടങ്ങും എന്നാണ് അവർ പറയുന്നത്. 45 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ കൂടി ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ രംഗത്ത് ശക്തമായ, അത് ശരിക്കും വേണ്ട സാധനമാണ്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഡൽഹി ഈ ആരോഗ്യ സ്ഥാപനങ്ങളുടെ കുറവ് മൂലം വലിയ പ്രതിസന്ധി അനുഭവിക്കുകയുണ്ടായത്. ആ പ്രശ്നത്തിനൊരു പരിഹാരം ഇതിലൂടെ കാണാൻ കഴിയും എന്നുള്ളതിൽ അഭിമാനകരമായ നേട്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ 8:20 ആയിരിക്കുന്നു സമയം. നമ്മുടെ ആ ഒരു സെഗ്മെന്റിന്റെ ടൈം ഏതാണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു വാർത്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പഞ്ചാബുമായി ബന്ധപ്പെട്ട്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പഞ്ചാബിൽ തമ്മിലടി അവസാനിക്കാതെ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് 2027. ചിലപ്പോൾ ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് കാണും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ കണ്ടതിൻ്റെ ഇരട്ടിയാണ് പഞ്ചാബിൽ നടക്കുന്ന അടി എന്നാണ് വ്യക്തമാകുന്നത്. PCC അധ്യക്ഷനെ മാറ്റണമെന്ന ചരൺജിത്ത് സിംഗ് ചന്നി വിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കമാൻഡ് തള്ളി. അമരീന്ദർ സിംഗ് രാജ വാറിംഗ് PCC അധ്യക്ഷ സ്ഥാനത്ത് തുടരും. മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗ് ചന്നിയെ അധ്യക്ഷനാക്കാൻ ഒരു വിഭാഗം നടത്തിയ നീക്കം പൊളിഞ്ഞു എന്നതാണ് വാർത്ത. ചന്നി അനുകൂലികൾ ഇടഞ്ഞു തന്നെ എന്ന വിവരവും പുറത്തു വരുന്നു. AICC ഇൻചാർജ് ഭൂപേഷ് ഭാഗൽ നൽകിയ റിപ്പോർട്ട് ചന്നി വിഭാഗത്തിനെതിരാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടി പരിപാടികളോട് സഹകരിക്കാതെ ചന്നി വിഭാഗം മുന്നോട്ട് പോകുന്നു എന്നതാണ് വാർത്ത. പിന്നാക്ക വിഭാഗത്തിൽ, സിക്കിലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. ജനകീയനാണ്. പക്ഷേ ഹൈക്കമാൻഡിന് ഇഷ്ടം ഈ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനെയാണ്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇടയ്ക്ക് നമ്മളൊരു വാർത്ത കേട്ടത് ഈ ചന്നി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ പഞ്ചാബിൽ നിന്നും വൈകാതെ തന്നെ ചന്നി ജി എന്ന് വിളിക്കേണ്ട സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ദേശീയ തലത്തിൽ ഉള്ള വാർത്തകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ രാത്രിയും ലേറ്റ് നൈറ്റ് 1 മണിക്കൊക്കെയാണ് നമ്മൾ ഈ വാർത്ത പ്രിപ്പയർ ചെയ്ത് വരുന്നത്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ആ വാർത്തയിൽ കുറേ മാറ്റങ്ങൾ വരും, പുതിയ കുറേ വാർത്തകൾ കൂടി വരും. അപ്പോൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും നമ്മൾ ഈ അവതരിപ്പിക്കാനുള്ള വാർത്തകൾ ആക്കും. അപ്പോൾ രാവിലെ തന്നെ ഇത്രയും ദേശീയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരൊറ്റ മാധ്യമ സ്ഥാപനം പോലും മലയാളത്തിലില്ല എന്ന കാര്യത്തിൽ ഞാൻ അടിവരയിട്ട് പറയാം. 10-13 വർഷം മറ്റനേകം മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച പരിചയമുള്ള ആ ഒരു കാരണത്താൽ കൂടിയാണ് പറയുന്നത്. അർദ്ധരാത്രി മുഴുവൻ ഇരുന്ന് പണിയെടുത്ത് രാവിലെ 6 മണിക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ഇത്രയധികം ദേശീയ വാർത്തകൾ രാവിലെ തന്നെ ചൂടോടെ മുന്നിലെത്തിക്കുന്നത്. പത്രങ്ങളിൽ നിങ്ങൾ വാർത്ത വായിക്കുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നേഷൻ ഫസ്റ്റ് തുടർന്നും മറക്കാതെ കാണുക. ഞാൻ നേഷൻ ഫസ്റ്റിൽ നിങ്ങൾക്ക് നൽകിയ ഒരു വാക്കായിരുന്നു RVS മണിയെ ജനം TV-യിൽ നേരിട്ടെത്തിക്കും എന്നുള്ളത്. RVS മണിയുടെ ആരോപണങ്ങൾ, അതിനോടുള്ള ലീഗിൻ്റെതടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ അതൊരു വശത്ത് എത്തുകയാണ്. RVS മണിക്കെതിരെ കേസ് കൊടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലീഗിനുണ്ട്. കോടതിയിൽ അവർക്ക് പയറ്റി തെളിയാം. പക്ഷേ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചത് വാർത്തയായിരുന്നു. ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്ന എൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാക്ക് നൽകിയതുപോലെ ജനം TV-യിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അഹമ്മദിനെ കുറിച്ച് അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. മുസ്ലിം ലീഗിനെയും കുറിച്ച് അവർക്ക് ഈ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ. അത് അതേപോലെ തന്നെ നമ്മൾ നൽകുകയും ചെയ്തു. അതിൻ്റെ പേരിൽ വലിയ ഭീഷണികൾ, കേസ് നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരികയുണ്ടായി. ഇതാ ഒരു വാക്കും കൂടി ഈ നേഷൻ ഫസ്റ്റിൽ പ്രിയ പ്രേക്ഷകരിലേക്ക് നൽകുകയാണ്. ഒരു അല്പം സമയം അതിനുവേണ്ടി എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ അഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ അഹമ്മദോടൊപ്പം ലീഗും ചെയ്തു കൂട്ടിയിട്ടുള്ള
ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് RTI വെച്ച് അല്ലാതെയുമൊക്കെ കണ്ടെത്തി പ്രിയ പ്രേക്ഷകരിലേക്ക് ഉറപ്പായും എത്തിക്കും. അക്കാര്യത്തിൽ പിന്നോട്ടില്ല, ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 9:30 നേഷൻ പ്ലസുമായി വീണ്ടും കാണാം. അതുവരേക്കും പ്രിയ പ്രേക്ഷകരോട് വിട പറയുകയാണ്. മറക്കാതെ കാണുക, അഭിപ്രായങ്ങൾ തുടർന്നും അറിയിക്കുക. ഗുഡ് ബൈ.